ആദ്യമെല്ലാം ഒരുപാട് വിഷമിച്ചെങ്കിലും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ വിജയും ഗീതവും ജീവിക്കുന്നത്. അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിക്കണം എന്നൊരു മാത്രമായിരുന്നു വിജയ്ക്കുണ്ടായിരുന്നത്. അവരുടെ സമ്മതം കിട്ടുമോ വിവാഹത്തിന് എന്നല്ല, പക്ഷേ വിജയുടെ ആഗ്രഹമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം. വിജയ് തൻ്റെ ഭാവി വധുവിൻ്റെ ഫോട്ടോ അമ്മയെ കാണിച്ചു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് മാത്രമല്ല, അമ്മ നാട്ടിൽ വന്ന് ആ കുട്ടിയെ കാണുകയും ചെയ്തു. അങ്ങനെ അവരുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്തിക്കൊടുക്കുകയും ചെയ്തു. അവർക്ക് ആ അച്ഛനും അമ്മയ്ക്കും തൻ്റെ മകൻ്റെ സന്തോഷമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. അങ്ങനെ നമ്മുടെ വിജയ്ക്കും ഗീതുവിനും ഒരു കുഞ്ഞുണ്ടായി. പിന്നീട് അവർ അജിത്തിനെ നിർബന്ധിച്ച് ഒരു വിവാഹം കഴിപ്പിച്ചു. അജിത്ത് വിവാഹത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാതെ നടക്കുകയായിരുന്നു. അങ്ങനെ കുടുംബത്തിൻ്റെ നിർബന്ധപ്രകാരം അജിത്ത് വിവാഹിതരായി. അജിത്തും വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ജീവിക്കുന്നത്. അജിത്ത് വിവാഹം ചെയ്തത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. അജിത്തിൻ്റെ ഭാര്യയ്ക്ക് അച്ഛനും അമ്മയുമില്ല. ഇതെല്ലാം കണ്ടാണ് അജിത്ത് ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. തൻ്റെ വിവാഹം കാര്യം വന്നപ്പോൾ അജിത്ത് പറഞ്ഞു, തനിക്ക് ഒരു തീരുമാനമുണ്ട്. ആരോരും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കണമെന്നാണ് തനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞു. അജിത്തിൻ്റെ ആ തീരുമാനം കേട്ടപ്പോൾ അജിത്തിൻ്റെ അമ്മ ഒരുപാട് സന്തോഷിച്ചു. തൻ്റെ മോൻ ഇത്രയും വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നോ എന്ന് ചിന്തിച്ചു. അവൻ്റെ ആഗ്രഹത്തിന് ആരും വിലങ്ങായി നിന്നില്ല. അജിത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ അങ്ങനെ ഒരു കുട്ടിയെ തിരഞ്ഞുപിടിച്ചു കണ്ടെത്തി വിവാഹം ചെയ്തു. അങ്ങനെ അധികം വൈകാതെ തന്നെ അജിത്തിൻ്റെ ജീവിതം മനോഹരമാക്കാൻ അതിലോട്ട് ഒരു കുഞ്ഞുകൂടി എത്തിയിട്ടോ. അജിത്തിൻ്റെ മൂത്ത സഹോദരി ദേവിക ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി കുടുംബവുമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യം അവരും ഒരുപാട് വിഷമിച്ചെങ്കിലും ഇന്ന് അതിനുള്ള സന്തോഷങ്ങൾ അവരുടെ ജീവിതത്തിലോട്ട് എത്തുന്നു. വിജയുടെ അച്ഛൻ്റെ കമ്പനിയിലാണ് അജിത്ത് ജോലി ചെയ്യുന്നത്. പ്രായമായപ്പോൾ വിജയുടെ അച്ഛന് സ്വത്തുക്കളെല്ലാം നോക്കി നടത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്നും അത് കാരണം തൻ്റെ മകനെ ആ ചുമതല ഏൽപ്പിച്ചു. മകൻ തൻ്റെ അളിയനും ഒറ്റ സുഹൃത്തുമായ അജിത്തിനെ കൂടി വിളിച്ചു. അവർ രണ്ടുപേരും ചേർന്നാണ് ഇന്ന് ആ സ്വത്തുക്കളെല്ലാം നോക്കുന്നത്. അജിത്ത് ഒന്നിലും കയ്യേറിയിട്ടില്ല. പക്ഷേ നമ്മുടെ വിജയുടെ സന്തോഷമാണ് തൻ്റെ കൂടെ എന്തിനും ഏതിനും അജിത്ത് കൂടെയുള്ളത്. അജിത്തിൻ്റെ പ്രയത്നം കാരണം ഒരുപാട് ലാഭങ്ങൾ ആ കമ്പനിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. നമ്മുടെ വിജയുടെ അച്ഛന് പോലും ആകെ അത്ഭുതം തോന്നി. ഇത്രയും കഴിവുള്ള ആളായിരുന്നോ അജിത്ത് എന്ന് ചോദിച്ചു. ഇന്ന് അജിത്താണ് ആ കമ്പനിയുടെ നെടുന്തൂൺ. തൻ്റെ മക്കളുടെ സന്തോഷം നിറഞ്ഞ ജീവിതവും പേരക്കുട്ടികളുടെ കൊഞ്ചലും കളിയും എല്ലാം കണ്ട് അമ്മയുണ്ട് കേട്ടോ അവിടെ അജിത്തിൻ്റെ വീട്ടിൽ. അമ്മയുടെ അടുത്തോട്ട് മക്കൾ എപ്പോഴും വരാറുണ്ട്. അങ്ങനെ അമ്മയെ അവർ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കാറില്ല. ഇതെല്ലാം കണ്ട് സന്തോഷിക്കുകയാണ് അമ്മ. കുട്ടപ്പനും ഭാര്യയും ഇന്നും വിജയുടെ കൂടെയുണ്ട് കേട്ടോ. അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് വിജയും ഗീതുവും അവരുടെ മക്കളെ പോലെ തന്നെയാണ് അവർക്ക്. തിരിച്ച് ഗീതുവിനും വിജയ്ക്കും അച്ഛനമ്മമാരെ പോലെയാണ് കേട്ടോ. ഇവർ ഇന്നും വിജയുടെ വീട്ടിൽ എന്തിനും ഏതിനും ഗീതുവിനും വിജയ്ക്കും ഒരു താങ്ങായും തണലായും സഹായമായും അവരുണ്ട്. വിജയുടെ കുഞ്ഞ് ഇവർക്ക് പേരക്കുട്ടിയെ പോലെ തന്നെയാണ് കേട്ടോ. വിജയുടെ മുറപ്പെണ്ണാവട്ടെ കുടുംബവും കുട്ടികളും ഒക്കെയായി ഭർത്താവിൻ്റെ കൂടെ സുഖ ജീവിതമാണ് കേട്ടോ.